जया गिरिवरधारी जय यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनातीरावनचारी जय राधा माधव कुञ्ज बिहारी जय राधा माधव कुञ्ज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे हरे कृष्ण प्रभु जी दंडवत प्रणाम। Hare Krishna. Hare Krishna, Prabhu. Yes, yes, Prabhu. 1 minute, Prabhu, 1 minute. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswatim Vyasam Tado Jayamudirayet Nashtaprayeshu Bhadreshu Nityam Bhagavata Sevaya Bhagavate Ruttamaśloke Bhaktirabhavati Naistigi Krishnaya Vasudevaya Devaki Nandanaya Cha Nandagopakumaraya Shri Govindaya Namo Namaha जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासदि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് വേഴ്സ് എടുത്തെന്ന് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? हरे कृष्णा ആദികർത്ത പ്രഭു ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? എല്ലാരും ഉണ്ട് പ്രഭു. ഓർമ്മയില്ല അത്ര തന്നെ. രണ്ടാമത്തെ സ്കന്ധത്തില് പ്രാരംഭഭക്തൻ, മധ്യമഭക്തൻ, ഉത്തമഭക്തൻ ഇവരെയൊക്കെ കുറിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞ ക്ലാസ്സില്. നാമം സംഭവിക്കുന്നു എന്ന് ഉള്ളതൊക്കെ പറഞ്ഞു തരുന്നു. ഓക്കെ, ഏത് ശ്ലോകം എടുത്തുന്നുണ്ട് ഓർമ്മ ഉണ്ടോ? 2:8-5 ആണോ? ഭാഗവതം 2:8-5 ശ്ലോകം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇടയ്ക്കൊന്ന് ഓർത്തോളൂ കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോളൂ. നല്ല ശ്ലോകങ്ങളാണ് അതെല്ലാം. ആരെങ്കിലും ശ്ലോകം പഠിച്ചോ? ഹരേ കൃഷ്ണ, ആരെങ്കിലും ആ ശ്ലോകം പഠിപ്പിച്ചിട്ടുണ്ടോ? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്കിന്ന് ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകം നോക്കാം. എല്ലാവരും ഒന്ന് എടുത്തോളൂ.
ഒരു കാര്യം മാത്രം ഒന്ന് ഓർമ്മ വെച്ചോളൂ. ഈ ശ്ലോകങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കാൻ നോക്കുന്നുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീമദ് ഭാഗവതവും ഭഗവാനും അതിന് ഭഗവാന്റെ തിരുനാമവും ഭഗവാന്റെ മൂർത്തിയും ഇതൊന്നും വ്യത്യാസമല്ല. ഇത് തമ്മിൽ ഒന്നിലും വ്യത്യാസമില്ല. ഇതെല്ലാം ഭഗവാനാണ്. അപ്പൊ നമ്മൾ ഭാഗവതം തൊടുക അല്ലെങ്കിൽ ഭാഗവതത്തിൽ ശ്ലോകം പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഭഗവാൻ സ്വയമാണ്. ഭഗവാന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, ഉത്തമ ശ്ലോക എന്ന് പറയും ഭഗവാന്റെ മറ്റൊരു പേര്. നമ്മൾ കൃഷ്ണൻ, രാമൻ എല്ലാം പറയുന്നുണ്ട്, എല്ലാ പേരുകളും പറയണത്. അതേമാതിരി തന്നെ ഭഗവാൻ മറ്റൊരു പേരാണ് ഉത്തമ ശ്ലോകാണ്. അപ്പൊ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മാക്സിമം അതൊന്ന് ഓർക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് നോക്കുക. എനിക്കറിയാം, കാരണം ഒരുപാട് ഡിവോട്ടീസുകൾ വരുന്നുണ്ട്, ഒരുപാട് സീനിയർ ഡിവോട്ടീസ് വന്നിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷെ സമയം കിട്ടിയില്ല എന്നിരിക്കാം. എന്നാലും കഴിയുന്നത് പോലെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ വാസുദേവ കഥാരുചിഃ സ്യാന്മഹത്സേവയാ വിപ്ര പുണ്യതീർത്ഥ നിവേശനാദ്. ശുശ്രൂഷോ എത്രാമത്തെ പ്രഭു? ഒന്നാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകം മാതാജി, 1 to 16. ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ വാസുദേവ കഥാരുചിഃ സ്യാന്മഹത്സേവയാ വിപ്ര പുണ്യതീർത്ഥ നിവേശനാദ്. ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ വാസുദേവ കഥാരുചിഃ സ്യാന്മഹത്സേവയാ വിപ്ര പുണ്യതീർത്ഥ നിവേശനാദ്. ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ വാസുദേവ കഥാരുചിഃ സ്യാന്മഹത്സേവയാ വിപ്ര പുണ്യതീർത്ഥ നിവേശനാദ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ക്ഷമിക്കണം. നമ്മൾ ഈ ബുക്കിനകത്ത് പുണ്യതീർത്ഥ നിഷേവണാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. പുണ്യതീർത്ഥ നിഷേവണാൽ, അത് തിരുത്തി എഴുതണോ? പുണ്യതീർത്ഥ നിഷേവനാത്ത് എന്ന് പറയണം. എല്ല് പറയരുത് അവിടെ. അതായത് നിവേശനാത്ത് എന്നാ പറയണം. സോറി, നിഷേവനാത്ത് എന്ന് പറയണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചിഃ സ്യാന്മഹസേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവണാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചിഃ സ്യാന്മഹസേവയാ വിപ്ര പുണ്യതീർത്ഥ നിക്ഷേപണാൽ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചിഃ സ്വാത്മസേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവ. ഹരേ കൃഷ്ണ. സ്യാൻ മഹത് സേവയാ വിപ്ര. സ്യാൻ
സ്വാത്മഹ സേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവണാ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുശ്രൂഷോ ശ്രദ്ധാധാനസ്യ വാസുദേവ കഥാരുചി സാത്മഹത് സേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവണാത്. ഹരേ കൃഷ്ണ. അത് സ്യാൻ മഹത് സേവയാ വിപ്ര. സ്യാൻ എന്നാണ് വരുന്നത്. അവിടെ എന്താണ് കാണിക്കുന്നത് നിങ്ങളുടെ ഇതില്? സ്യാൻ മഹത് സേവയ എന്നാണ് അത് വരുന്നത്. അതിലെ സംസ്കൃതത്തിൽ കാണിക്കുന്നത് ശുശ്രൂഷോ ശ്രദ്ധാനസ്യ വാസുദേവ കഥാരുചി സ്യാൻ മഹത് സേവയാ വിപ്രാഹ പുണ്യതീർത്ഥ നിഷേവനാത്. ഇതാണ് കാണിക്കുന്നത്. അപ്പോ സ്യാത്ത് എന്നല്ല അത് വരേണ്ടത്, സ്യാൻ മഹത് സേവയാന്നാണ് വരേണ്ടത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചിഃ സ്യാന്മഹത് സേവയാ വിപ്രാ പുണ്യതീർത്ഥ നിഷേവണാത്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചിഃ സ്യാന്മഹത് സേവയാ വിപ്രാ പുണ്യതീർത്ഥ നിഷേവണാത്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചി സ്യാത്മഹത് സേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവണാൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ആരെങ്കിലും ഒരാൾ ഈ വേർഡ് ടു വേർഡ് മീനിങ്ങും ട്രാൻസ്ലേഷനും പുറപ്പെട്ടു ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പുറപ്പെട്ടതിൽ കുറച്ചുണ്ട്, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ശുശ്രൂഷോ ശ്രവണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ, ശ്രദ്ധദാനസ്യ ശ്രദ്ധയോടും ഔത്സുക്യത്തോടും വാസുദേവനോടുള്ള ആദരവോടെ, കഥ സന്ദേശം, രുചി പ്രതിപത്തി സ്യാത് സാധ്യമാക്കി തീർക്കുന്നു. ഭഗത് സേവയ ശുദ്ധ ഭക്ത സേവ പുണ്യതീർത്ഥ സർവപാപങ്ങളിൽ നിന്നും വിമുക്തരായവർ നിക്ഷേപണാൽ സേവനത്താൽ. തൊണ്ട പ്രശ്നം പ്രഭു. വിവർത്തനവും ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. അല്ലയോ സന്യാസി ശ്രേഷ്ഠരെ, സർവ പാപ നിർമുക്തരായ ശുദ്ധഭക്തരുടെ സേവനത്തിലൂടെ മഗത് സേവനമാണ് നിർവഹിക്കപ്പെടുന്നത്. അത്തരം സേവനങ്ങളിലൂടെ വാസുദേവ സന്ദേശങ്ങൾ ശ്രവിക്കുവാനുള്ള അഭിരുചി ഒരാൾ നേടുന്നു. ഭാവാർത്ഥം. ഭഗവത് അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് അഥവാ ഭഗവത് നിയമ ലംഘനമാണ് ജീവാത്മാക്കളുടെ ബദ്ധ ജീവിതത്തിനു കാരണം. ദേവന്മാർ എന്നറിയപ്പെടുന്ന പരമപുരുഷന്റെ പരമാധികാരത്തിനെതിരായ ഒരു കൂട്ടരുണ്ട്. ഭഗവത്ഗീത 16-ാം അധ്യായത്തിൽ അസുരന്മാരെ കുറിച്ച് സുവ്യക്തമായി ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: ജന്മജന്മാന്തരങ്ങളായി അസുരന്മാർ അജ്ഞതയുടെ അത്യന്ത അഗാധ തലത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ, നിന്ദ്യമായ മൃഗീയ ഭാവങ്ങളിൽ അത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നതിനാൽ, സത്യമായ പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല. പരമ ഇച്ഛയ്ക്ക് അനുസരിച്ച് വിവിധ രാജ്യങ്ങളിലെ ഭഗവാന്റെ മുക്ത സേവകരുടെ കാരുണ്യത്താൽ ഈ അസുരന്മാർ ക്രമേണ ഈശ്വരാവബോധത്തിലേക്ക് സംശോധിതരാകുന്നു. അത്തരം ഭഗവത് ഭക്തർ ഭഗവാന്റെ സഹചരന്മാരാകുന്നു എന്ന് മാത്രമല്ല, എപ്പോൾ അവർ മാനവ സമൂഹത്തെ നാസ്തികത്വത്തിൽ നിന്നും രക്ഷിക്കാൻ ആഗതരാകുന്നുവോ അപ്പോൾ സർവശക്തിമത്തായ അവതാരമായി ഭഗവത് പുത്രനായോ ഭഗവത് സേവകനായോ ഭഗവത് സഹചാരിയായോ ഒക്കെ അറിയപ്പെടുന്നു.
അവരൊന്നും തന്നെ സ്വയം ഭഗവത് അവതാരങ്ങളായി തെറ്റായി അവകാശപ്പെടുന്നില്ല. അങ്ങനെ അവകാശപ്പെടുന്നത് ഈശ്വര നിന്ദയാണ്. മാത്രവുമല്ല, അത്തരം അസുരന്മാരുടെ ആസുര അനുവർത്തികൾ ഭഗവാനെന്ന് അഥവാ ഭഗവത് അവതാരമെന്ന അവകാശവാദക്കാരെ അംഗീകരിക്കുന്നു. ധർമ്മശാസ്ത്രങ്ങളിൽ ഭഗവത് അവതാരങ്ങളെ കുറിച്ച് സുവ്യക്തമായ പരിപൂർണ അറിവ് ലഭ്യമാക്കിയിട്ടുണ്ട്. ധർമ്മശാസ്ത്ര നിർണയങ്ങളാൽ സ്ഥിരീകൃതമാകാത്ത വിധം ആരെയും ഭഗവാനെയോ ഭഗവത് അവതാരമായോ അംഗീകരിക്കരുത്. ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഭഗവത് ഭക്തരെ ഭഗവാനെ പോലെ തന്നെ ആദരിക്കണം. അത്തരം ഭഗവത് ഭക്തന്മാരെ മഹാത്മാക്കൾ എന്ന് അഭിസംബോധന ചെയ്യുന്നു. മാത്രവുമല്ല, പ്രത്യേക സ്ഥല കാലത്തിനനുസരിച്ച് അവർ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നു. ഭഗവത് ഭക്തർ ജനങ്ങളെ ഭഗവാന്റെ ഭക്തരാക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. അവരെ ഭഗവാനെന്ന് അഭിസംബോധന ചെയ്യുന്നത് അവർ ഒരിക്കലും അനുവദിക്കുകയില്ല. ധർമ്മശാസ്ത്രാനുസരണം ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനാണ്. എന്നാൽ അദ്ദേഹം ഭക്തന്റെ ഭാഗമാണ് അഭിനയിച്ചത്. ഭഗവാനായി അദ്ദേഹത്തെ മനസ്സിലാക്കിയവർ അദ്ദേഹത്തെ ഭഗവാനെന്ന് അഭിസംബോധന ചെയ്യുന്നത് കേൾക്കുന്ന മാത്രയിൽ അദ്ദേഹം ചെവിപൊത്തുകയും വിഷ്ണു ഭഗവാന്റെ നാമം ജപിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം സ്വയം ഭഗവാനായിരുന്നിട്ടും ഭഗവാനെന്ന് അഭിസംബോധന ചെയ്യുന്നതിനെ കർശനമായി വിലക്കിയിരുന്നു. ഭഗവാനെന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ ആനന്ദം അനുഭവിക്കുന്ന തത്വദീക്ഷ ഇല്ലാത്ത വ്യക്തികളെ കുറിച്ച് പ്രതികൂലമായ മുന്നറിയിപ്പ് നൽകാനാണ് ഭഗവാൻ അപ്രകാരം പെരുമാറിയത്. ഈശ്വര അവബോധം പ്രചരിപ്പിക്കാനായി ഭഗവത് ഭക്തർ ആഗതരാകുമ്പോൾ ബുദ്ധിമാന്മാരായ ജനങ്ങൾ എല്ലാവിധത്തിലും അവരുമായി സഹകരിക്കണം. ഭഗവാനെ നേരിട്ട് പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ ഭക്തരെ സേവിക്കുമ്പോൾ തന്റെ ഭക്തർ ഉചിതമാവണ്ണം ആദരിക്കപ്പെടുന്നുവെന്ന് ദർശിക്കുന്ന ഭഗവാൻ അതീവ സന്തുഷ്ടനാകുന്നു. കാരണം അത്തരം സേവകർ സർവ്വതും ഭഗവത് സേവനത്തിനായി സമർപ്പിച്ചിരിക്കുന്നവരാണ്. ഭഗവത് സേവനത്തിനായി ഭൗതികമായ സർവ്വതും നഷ്ടപ്പെടുത്തിയിരിക്കുന്നവരാണ്. ആകയാൽ അവർ ഭഗവാന് അത്യധികം പ്രിയപ്പെട്ടവരാകുന്നു. ഭഗവത്ഗീത 18:69 ഭഗവത് മാഹാത്മ്യങ്ങൾ പ്രഭാഷണം നടത്താനായി സ്വജീവൻ പോലും അപകടത്തിലാക്കുന്ന ഭക്തനേക്കാൾ പ്രിയങ്കരനായി തനിക്ക് ആരും ഇല്ല എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭഗവത് ഭക്തരെ സേവിക്കുന്നതിലൂടെ ക്രമേണ അവരുടെ ഗുണങ്ങൾ പ്രാപ്തമാകുകയും അങ്ങനെ ഭഗവത് മാഹാത്മ്യങ്ങൾ ശ്രവിക്കുന്നതിന് ഒരാൾ യോഗ്യത നേടുകയും ചെയ്യുന്നു. അതിനാൽ ഭഗവത് മാഹാത്മ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു ഭക്തന്റെ പ്രഥമ യോഗ്യത ഭഗവത് ശ്രവണത്തിനുള്ള വ്യഗ്രതയാകുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമയ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാമൃതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासदि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. मूघं करोति वाचालं पंकुं लंघायते गिरिं यत्कृपातमहं वन्दे श्रीगुरून् दीनतारिणम् परमानंद माधवं श्री चैतन्य ഈശ്വരം. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോടി കോടി പ്രണാമം. ഇപ്പോ നമ്മൾ വായിച്ച ശ്ലോകത്തിന്റെ അവസാനത്തെ ട്രാൻസ്ലേഷനില് അവസാനത്തെ ലൈന് ഒന്നും കൂടി വായിക്കോ? ഒരു ഭക്തന്റെ പ്രഥമ യോഗ്യത ഭഗവത് ശ്രവണത്തിനുള്ള വ്യഗ്രതയാകുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്.
സോ നമ്മുടെ ശ്രവണത്തിനുള്ള വ്യഗ്രത അല്ലെ, അത് കേൾക്കണം, ഭഗവാനെ കുറിച്ച് കേൾക്കണം എന്നുള്ള വ്യഗ്രതയിലാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഈ നേരത്തൊക്കെ നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങേണ്ട സമയങ്ങളാണ് അല്ലെ. ഒരു 6 മണി 7 മണിക്കൊക്കെ എണീക്കുന്ന ആളുകളുണ്ട്, ചിലർ 8 മണിക്കൊക്കെ എണീക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ അവരിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ളൊരു വ്യഗ്രത ഉണ്ട്. സോ ഈ വ്യഗ്രത നിങ്ങളില് നിറഞ്ഞു നിൽക്കട്ടെ. അതേമാതിരി ഭഗവാനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാല് അത് മറക്കാതിരിക്കട്ടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഭഗവാനെ മറക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് കഴിഞ്ഞ ആഴ്ച എടുത്തൊരു ശ്ലോകമാണ്, നമ്മൾ മറന്നുപോയി. ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്ത്വ കലേവരം യാ പ്രയാതീസ മദ്ഭാവം യാതി നാസ്തി അത്ര സംശയ. ഭഗവാൻ ഭഗവത്ഗീതയിൽ അടിച്ചു പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് പോലെ സംഭവിച്ചേക്കാം എന്ന് പറയുന്നില്ല, സംഭവിക്കും എന്നാണ് പറയണത്. അന്തകാലേച്ച മാമേവ സ്മരൺ മുക്ത്വ കലേവരം യാ പ്രയാതീസ മദ്ഭാവം യാതി നാസ്തി അത്ര സംശയ. ഒരു സംശയവും വേണ്ട. അപ്പൊ ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കും ആധുനിക ആളുകൾക്കുമാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. പക്ഷെ ഭഗവാന്റെ വാക്കുകളിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഭഗവാൻ പെർഫെക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഭഗവാൻ പറയുന്നുള്ളൂ. അപ്പോ നമ്മൾ ഭീഷ്മദേവനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ. ഭീഷ്മദേവന്റെ ഭക്തിയെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഭീഷ്മദേവന് ഉദാഹരണമായിട്ട് ശ്ലോകങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനന്യ മമത വിഷ്ണു മമത പ്രേമ സങ്കട ഭക്തിരുത്തിച്ചതേ പുംസാം മമത പ്രേമ സങ്കട ഭക്തിർ ഇത്യുച്യതേ ഭീഷ്മ പ്രഹ്ലാദ ഉദ്ധവ നാരദ. ഇത് നാരദ പഞ്ചരാത്ര എന്ന് പറഞ്ഞ ഒരു ബുക്കിൽ നിന്നുള്ളതാണ്. എന്താണ് പറയണത്? അനന്യ മമത വിഷ്ണോർ മമത പ്രേമ സങ്കട ഭക്തിർ ഇത്യുച്യതേ ഭീഷ്മ പ്രഹ്ലാദോദ്ധവ നാരദ. നമുക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തന്മാരെ കുറിച്ച് പറയുന്ന ശ്ലോകങ്ങളാണ് ഈ ശ്ലോകം. ഇതെന്താണ് പറയണത്? അനന്യ മമത വിഷ്ണു, അതായത് ഭഗവാൻ അല്ലാതെ മറ്റൊന്നും അവരുടെ ഭജനയ്ക്ക് പാത്രമല്ല. അനന്യ മമത, അനന്യ, വേറെ ഒന്നുമില്ല. അനന്യ മമത വിഷ്ണോർ മമത പ്രേമ സങ്കട. അതായത് അനന്യ മമത എന്ന് വെച്ച് കഴിഞ്ഞാല് ആരുമായിട്ടും, അതായത് ഭഗവാൻ ഒഴികെ ആരുമായിട്ടും ഒരു കണക്ഷനും ഇല്ല. അനന്യ മമത വിഷ്ണു, ഭഗവാൻ മാത്രം, അതായത് ഭഗവാനോട് മാത്രമേ നമുക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളൂ. അനന്യ മമത വിഷ്ണോർ മമത പ്രേമ സങ്കട. പ്രേമ സങ്കട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രേമത്തിന് ഒരാള് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രേമത്തെ സ്വീകരിക്കാൻ ഒരാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ മാത്രമാണ്. ഇതാരാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്? പ്രഹ്ലാദോദ്ധവ നാരദ.
ഭീഷ്മ, പ്രഹ്ലാദ, ഉദ്ധവ, നാരദ. ഈ 4 പേരാണ്. ഭീഷ്മദേവ് ശരശയ്യയിൽ 41 ദിവസം കിടക്കുന്നുണ്ട്. 41 ദിവസം ശരശയ്യയില് ഭീഷ്മർ കിടക്കുന്നുണ്ട്. നമുക്കൊരു ദിവസം ബെഡ് കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ല. പക്ഷെ ഭീഷ്മദേവ് അദ്ദേഹം സ്വച്ഛന്ത മൃത്യുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ശാന്തനു മഹാരാജ് ഭീഷ്മർക്ക് ഒരു വരം കൊടുത്തിട്ടുണ്ട്. അതായത് ഭീഷ്മരുടെ പേര് ഭീഷ്മ എന്നായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു ആർക്കെങ്കിലും അറിയോ? ഗംഗാദത്തൻ. ഗംഗാദത്തൻ. സത്യവ്രതൻ. ഗംഗാദത്തൻ. ദേവവ്രതൻ. ദേവവ്രതൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ദേവവ്രത. അതായത് ആദ്യം ശാന്തനു മഹാരാജനും ഗംഗാദേവിക്കും അദ്ദേഹം പിറന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുത്ത പേര് ദേവവ്രതൻ എന്നാണ്. ഈ ദേവവ്രതൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വ്രതം നോക്കുന്നവൻ, അതികഠിനമായിട്ടുള്ള വ്രതം ചെയ്യുന്നവൻ എന്നർത്ഥത്തില്. ഈ അതികഠിനമായിട്ടുള്ള വ്രതം ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ദേവവ്രതൻ എന്നുള്ള പേര്. അതായത് ഈ കുട്ടി അതികഠിനമായിട്ടുള്ള വ്രതം ചെയ്യുന്നവനായിരിക്കും എന്ന് കരുതിയിട്ട് അപ്പം തന്നെയാണ് അദ്ദേഹത്തിന് ദേവവ്രതൻ എന്ന് പറഞ്ഞ പേര് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം തന്റെ അച്ഛൻ, അതായത് ഗംഗാദേവി ശാന്തനു മഹാരാജനിൽ നിന്നും ഡൈവേഴ്സ് വാങ്ങിപ്പോകുന്നുണ്ട്. നിങ്ങൾക്ക് കഥ അറിയുമെന്ന് വിശ്വസിക്കുന്നല്ല ഞാൻ പറയുന്നുണ്ട്. അതായത് ഗംഗാദേവി ശാന്തനു മഹാരാജനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു ഡോക്യുമെന്റില് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കണമെങ്കിൽ താഴെ പറയുന്ന സംഗതികളെല്ലാം നിങ്ങൾ പാലിച്ചിരിക്കണം. ഇപ്പോഴത്തെ പുതിയ സിസ്റ്റമാണത് കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഗംഗാദേവിയിൽ നിന്നാണ്, ഭീഷ്മരുടെ കാലത്ത് നിന്ന്. അപ്പൊ ഗംഗാദേവി എന്താണ് പറഞ്ഞത്? അതായത് ഗംഗാദേവി അതിസുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു. അത് ഗംഗാദേവിയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ശാന്തനു മഹാരാജന് ഈ സ്ത്രീനെ കണ്ടപ്പോൾ അനുരാഗമുണ്ടായി. ശാന്തനു മഹാരാജ് പറയാണ്, അല്ലയോ കന്യകെ, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് നിങ്ങൾ അത്ര ഇഷ്ടമായി എന്ന് പറയുകയാണ്. അപ്പോ ആ സ്ത്രീ പറഞ്ഞു, കുഴപ്പമില്ല, ഞാനും റെഡിയാണ്, പക്ഷേ ചില കണ്ടീഷനുകളുണ്ട്. ഈ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വീട്ടില് മൊബൈൽ നോക്കും, ഞാൻ വീട്ടില് ജോലിയൊന്നും ചെയ്യില്ല, ഞാൻ ഇരിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നോട് ചോദ്യം ചെയ്തുകൂടാ. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നോട് സ്നേഹത്തോടെയല്ലാതെ ദേഷ്യത്തോടെ പെരുമാറരുത്. അപ്പൊ നിങ്ങൾ എന്നോട് ദേഷ്യത്തോടെ പെരുമാറുകയും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ ചോദ്യം ചെയ്യുകയും ചെയ്താൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളിൽ നിന്നും ഡൈവേഴ്സ് വാങ്ങും, എനിക്ക് നിങ്ങളെ ഡൈവേഴ്സ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാദേവി എന്ത് ചെയ്തു? ഡോക്യുമെന്റ് വാങ്ങിച്ചു ശാന്തനു മഹാരാജിൽ നിന്ന്. ഈ ശാന്തനു മഹാരാജ് സന്തോഷത്തോടു കൂടിയിട്ട് തന്റെ ഭാര്യയായിട്ടുള്ള സ്ത്രീയോടുകൂടി താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ടൊരു കുഞ്ഞ് പിറന്നു. ആ കുഞ്ഞ് പിറന്ന ഉടനെ തന്നെ എന്ത് ചെയ്യുകയാണ്? ഗംഗാദേവി കുഞ്ഞിനെ എടുത്തിട്ട് ഗംഗയിൽ എറിയുകയാണ്.
ഈ സ്ത്രീ ഗംഗാദേവിയാണെന്ന് അറിയില്ല കേട്ടോ. ഈ സ്ത്രീ കുട്ടീനെടുത്ത് ഗംഗയിലേക്ക് എറിയും. ശാന്തനു മഹാരാജ് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, ഡൈവേഴ്സ് ആവും, അതുകൊണ്ട് വേണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കാം. രണ്ടാമത്തെ കുട്ടി പിറന്നു. രണ്ടാമത്തെ കുട്ടിയും ഈ സ്ത്രീ ഈ കുട്ടീനെ ഗംഗയിലേക്ക് എറിഞ്ഞു. അപ്പോഴും ശാന്തനു മഹാരാജ് ഒന്നും പറഞ്ഞില്ല. മൂന്നാമത്തെ കുട്ടിയായി, നാലാമത്തെ കുട്ടിയായി, അഞ്ചാമത്തെ കുട്ടിയായി, ആറാമത്തെ കുട്ടിയായി, ഏഴാമത്തെ കുട്ടിയായി. ഈ 7 കുട്ടികളെയും ശാന്തനു മഹാരാജന്റെ ഭാര്യയായിട്ടുള്ള സ്ത്രീ ഗംഗയിലേക്ക് എറിഞ്ഞു. തൽക്ഷണം മരിച്ചു പോവുകയും ചെയ്തു കുട്ടികൾ. ആലോചിച്ചു നോക്കൂ, സ്വന്തം കുട്ടി. അപ്പൊ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, റീസെന്റ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ നാട്ടിൽ കേട്ടിരുന്ന പ്രസവിച്ച കുഞ്ഞിനെ 2ാമത്തെ നിലയിൽ നിന്നും റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന്. ഇതൊക്കെ ഗംഗാദേവിയുടെ അത് ഫോളോ ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും. പക്ഷെ ഗംഗാദേവി അത് ഫോളോ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു കാരണമുണ്ട്. പക്ഷെ ഇവര് ഫോളോ ചെയ്യുന്നതിന് കാരണങ്ങളില്ല. അതാണ് വ്യത്യാസം. അപ്പൊ ഗംഗാദേവി എന്ത് ചെയ്തു? ഈ 7 കുട്ടികളെയും ഗംഗയിലേക്ക് എറിഞ്ഞു. ഈ 7 കുട്ടികളും മരിച്ചു. 8ാമത്തെ ഗർഭമുണ്ടായി. 8ാമത്തെ കുട്ടീനെ ഈ സ്ത്രീ ഗംഗയിലേക്ക് എറിയാൻ നിൽക്കുകയാണ്. അങ്ങനെ ഗംഗയിലേക്ക് എറിയാൻ നിൽക്കുന്ന സമയത്ത് ശാന്തനു മഹാരാജ് വളരെയധികം ദേഷ്യത്തോട് കൂടിയിട്ട് ഈ സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട്. നീ ഒരു അമ്മയാണോ? നീ ഒരു സ്ത്രീയാണോ? സ്വന്തം കുഞ്ഞുങ്ങളെ എല്ലാത്തിനെയും ഈ ഗംഗയിലേക്ക് എറിഞ്ഞ് നീ നശിപ്പിക്കാൻ ശ്രമിക്കണം. നീ 7 പേരെ കൊന്നു. ഇത് 8ാമത്തെ കുട്ടിയാണ്. ഈ കുട്ടിയെ നിനക്ക് കൊല്ലാൻ ഞാൻ ഇത് തരില്ല എന്ന് പറയുന്നുണ്ട്. ദേഷ്യത്തോട് കൂടിയിട്ട് ഹാർഷായിട്ട് ഈ സ്ത്രീയോട് സംസാരിക്കുന്നു. ഉടനെ തന്നെ ഈ സ്ത്രീ ഗംഗാദേവിയായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലയോ ശാന്തനു മഹാരാജ്, ഇനി നമ്മൾ 2 പേരും തമ്മിലൊരു ഡൈവേഴ്സ് ഇതുണ്ട്. അതായത് ഞാൻ ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അതിനെതിരായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്നും ഡൈവേഴ്സ് വാങ്ങി പോവുകയാണ്. ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കുട്ടിയും കൊണ്ടിട്ട് പോവാണെന്ന് പറഞ്ഞിട്ടാണ് പോകണേ. അങ്ങനെ ദേവവ്രതൻ എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ദേവവ്രതൻ എന്ന് പേരിട്ടിട്ട് ആ കുട്ടീനെയും കൊണ്ട് ഗംഗാദേവി പോവാണ്. ഈ കുട്ടിക്ക് ഗംഗാദേവി ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. പരശുരാമനാണ് ഭീഷ്മദേവിന്റെ ആയുധ കലയുടെ ആചാര്യൻ. അതേമാതിരി ഇന്ദ്രൻ. എല്ലാവരും ഈ കുട്ടിയെ എന്ത് ചെയ്യുന്നുണ്ട്? അനുഗ്രഹിക്കുന്നുണ്ട്. അതേമാതിരി ആചാര്യന്മാരായിട്ട് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുക്കള് ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള ശാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഗംഗാദേവി ശാന്തനു മഹാരാജിന് ദേവവ്രതനെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ദേവവ്രതനെ ശാന്തനു മഹാരാജോട് നോക്കാൻ പറയുന്നു. അങ്ങനെ ശാന്തനു മഹാരാജ്, അതായത് ഗംഗാദേവി ശാന്തനു മഹാരാജിനെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ വീണ്ടും ശാന്തനു മഹാരാജ് ഒരു സ്ത്രീയെ കാണുന്നു, ഒരു മത്സ്യകന്യകയെ കാണുന്നു. അതായത് എന്താണ് മത്സ്യകന്യകയല്ല, അതിനെന്താ പറയണം നമ്മുടെ അവിടെ? എന്ത് പേരാണ് പറയാ? മത്സ്യഗന്ധി. അതായത് മുക്കുവസ്ത്രീ. കറക്റ്റ്. അതായത് ഒരു മുക്കുവസ്ത്രീയെ കാണുന്നു. ഈ മുക്കുവസ്ത്രീയില് എന്താവുകയാണ്? ആകൃഷ്ടനാവുകയാണ് ശാന്തനു മഹാരാജ്. എന്നിട്ട് ശാന്തനു മഹാരാജിന് ആ സ്ത്രീയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഈ സ്ത്രീയുടെ അച്ഛൻ ഭയങ്കര ബുദ്ധിമാനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതായത് എന്റെ മകളിൽ പിറക്കുന്ന കുട്ടികൾ രാജാവാകുകയാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരൂ. പക്ഷെ ശാന്തനു മഹാരാജ് ഓൾറെഡി ഭീഷ്മദേവനെ രാജാവായി വാഴിക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ദേവവ്രതനെ രാജാവായിട്ട് വാഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്.
ആയതുകൊണ്ട് അദ്ദേഹം ഞാൻ ഇതിന് റെഡിയല്ല എന്ന് പറഞ്ഞിട്ട് മുക്കുവ സ്ത്രീയുടെ അച്ഛനോട് പറഞ്ഞിട്ട് പോവുകയാണ്. കൊട്ടാരത്തിൽ വന്നിട്ട് അദ്ദേഹം കിടന്നുറങ്ങുന്ന അദ്ദേഹത്തിന്റെ മനസ്സിന് സുഖമില്ല. അദ്ദേഹം ശോഷിച്ച് വിരഹവേദനയിലിരിക്കുകയാണ്. അപ്പോ ആ മുക്കുവ സ്ത്രീയുടെ പേര് സത്യവതി എന്നാണ്. ഈ സത്യവതിയുമായിട്ടുള്ള തന്റെ അച്ഛന്റെ ആ ഒരു കൂടിക്കാഴ്ച ഭീഷ്മദേവ് അറിയുന്നു. ഭീഷ്മദേവ് എന്ത് ചെയ്യാണ്? സത്യവതിയുടെ അച്ഛനോട് പോയിട്ട് തന്റെ അച്ഛന്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ വീട്ടുകാർ പോയിട്ടാണ് മക്കൾക്ക് എന്ത് ചെയ്യുന്നത്? കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ അതിന് വിപരീതമായിട്ട് ഭീഷ്മദേവ് തന്റെ അച്ഛന് വേണ്ടിയിട്ട് പെണ്ണ് ആലോചിച്ചു പോവുകയാണ്. അങ്ങനെ സത്യവതിയുടെ അച്ഛനെ കാണുന്നുണ്ട്. സത്യവതിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ, നീ ഓൾറെഡി ഒരു മകനായിട്ട് ശാന്തനു മഹാരാജനുണ്ട്. ഇനി എൻ്റെ മകൾക്ക് മക്കൾ പറന്നു കഴിഞ്ഞാല് എന്തുണ്ടാവും? എൻ്റെ മക്കൾക്ക് രാജാവാണ് യോഗ്യത ഇല്ലാതെയാവും. നീയാണ് മൂത്ത മകൻ, അതുകൊണ്ട് നിനക്കാണ് രാജഭാരം കിട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷ്മർ അവിടെ വെച്ച് ഒരു ഉഗ്ര ശപഥം എടുക്കുകയാണ്. അല്ലെങ്കിൽ ദേവവ്രതൻ അവിടെ വെച്ച് ഒരു ഉഗ്ര ശപഥം എടുക്കുകയാണ്. ഞാൻ കല്യാണം കഴിക്കാതെ ബ്രഹ്മചാരിയായിട്ട് മാത്രമേ ഇരിക്കൂ. അങ്ങനെ ഈ ശപഥം, ഈ ഉഗ്ര ശപഥം എടുത്തത് കൊണ്ട് ദേവവ്രതന്റെ പേര് മാറി അദ്ദേഹത്തിന് ഭീഷ്മൻ എന്നുള്ള പേര് കിട്ടി. അപ്പൊ ഈ ഭീഷ്മര് അഷ്ടവസുക്കളില് ഒരാളാണ്. 8 വസുക്കളുണ്ട്, 12 ആദിത്യന്മാരുണ്ട്, 11 രുദ്രന്മാരുണ്ട്. ഇതെല്ലാം ശാസ്ത്രങ്ങൾ പറയുന്നതാണ്. അപ്പൊ അഷ്ടവസുക്കളില് മൂത്തവനായിട്ടുള്ള ദ്യുവാണ് ഭീഷ്മരായിട്ട് പിറന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗംഗാദേവിയുടെ പുത്രന്മാരായിട്ട് പിറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഷ്ടവസുക്കൾക്ക് ഒരു ശാപം കിട്ടി. അപ്പൊ ഈ ശാപം മൂലം അവർക്ക് വസിഷ്ഠ മുനിയിൽ നിന്നാണ് ശാപം ലഭിച്ചത്. വസിഷ്ഠ മുനി അദ്ദേഹത്തിന്റെ ആശ്രമത്തില് കാമധേനു ഒരു പശുവുണ്ട്. ഈ കാമധേനു എന്ന് പറഞ്ഞ പശു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പശുവാണ്. അപ്പോ ഒരു ദിവസം വസിഷ്ഠ മുനി ഇങ്ങനെ ധ്യാനത്തിലിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പശു കാമധേനു ഇങ്ങനെ എന്ത് ചെയ്യാണ്? ആ ആശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, കെട്ടിയിട്ടിട്ടൊന്നുമില്ല. ആ വഴിയിൽ കൂടെ ഈ അഷ്ടവസുക്കള് പോകാനിടയായി. അങ്ങനെ അഷ്ടവസുക്കൾ പോകുന്ന സമയത്ത് ദ്യുതിയുടെ ഭാര്യ നല്ല മൃഗസ്നേഹിയാണ്, പശുക്കളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ സ്ത്രീ ഈ കാമധേനുവിനെ കാണാനിടയായി. അപ്പൊ തന്റെ ഭർത്താവായിട്ടുള്ള ദ്യുവിനോട് പറയുന്നുണ്ട്, ദ്യു എന്നാണ് പേര് കേട്ടോ, ദ്യു. അപ്പോ തന്റെ ഭർത്താവിനോട് പറയുന്നുണ്ട്, അല്ലയോ ഭർത്താവെ, എനിക്ക് ആ പശു വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ദ്യു വേറൊന്നും പറഞ്ഞില്ല. ദ്യു തന്റെ സഹോദരങ്ങളുമായിട്ട്, അതായത് അഷ്ടവസുക്കളുമായിട്ട്, 7 പേര് വേറെയുണ്ട്, അവരെല്ലാവരുമായിട്ട് ഒരു പ്ലാൻ ചെയ്തു. അതായത് ഈ പശുവിനെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തു. അങ്ങനെ ഈ പശുവിനെ അവര് മോഷ്ടിക്കാൻ വരുന്നു. മോഷ്ടിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ വസിഷ്ഠ മുനി കണ്ണു തുറക്കുകയാണ്. കണ്ണ് തുറന്നിടുമ്പോൾ തന്നെ ഇവര് എന്ത് ചെയ്യുന്നതാണ് കാണുന്നത്? ഈ പശുവിനെ കൊണ്ടുപോകാൻ നിൽക്കുന്നതാണ് കാണുന്നത്. ഉടനെ തന്നെ അദ്ദേഹം ശപിക്കുകയാണ്. എന്താണ് ശപിക്കുന്നത്? നിങ്ങള് ആഗ്രഹങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് കൊണ്ട്, അതായത് നിങ്ങൾക്ക് മനുഷ്യന്മാരെ പോലെ നിങ്ങൾ മനുഷ്യന്മാരെ പോലെ പെരുമാറുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഭൗതിക
ആളുകളെ പോലെ പെരുമാറുന്നത് കൊണ്ട് നിങ്ങൾ ഭൗതിക ലോകത്തിൽ പോയി പിറക്കട്ടെ എന്ന് ശപിക്കുകയാണ്. ഈ ഭൗതിക ലോകത്തിൽ പിറന്നവർക്ക് 4 എന്തുണ്ട്? 4 ഡിഫക്ട്സ് ഉണ്ട്. എന്താ ഈ 4 ഡിഫക്ട്സ് എന്ന് ആർക്കെങ്കിലും അറിയോ? മനുഷ്യന്മാരുടെ 4 കുറവുകള് അല്ലെങ്കിൽ കുറ്റങ്ങൾ എന്താണെന്ന് അറിയോ? കാമ, ക്രോധ, ലോഭമോഹ. ഹരേ കൃഷ്ണ. അതുണ്ട്. അതല്ലാതെ ജനനം, വാർദ്ധക്യം, അല്ല. വഞ്ചിക്കുവാനുള്ള ആ, കഴിവ്. കറക്റ്റ്. 4 ഉണ്ടെന്നറിയാം പ്രഭു, മറന്നുപോയോ? ഓക്കെ. അത് ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ. ഈ മസ്റ്റ് കമ്മിറ്റ് മിസ്റ്റേക്സ്. തീർച്ചയായിട്ടും തെറ്റ് ചെയ്യും. രണ്ടാമത്തത് ഇലൂഷൻ. മൂന്നാമത്തത് മറ്റുള്ളവരെ വഞ്ചിക്കാനുള്ള പ്രവണത. പിന്നെ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം എന്താണ്? പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ് സെൻസസ് എന്ന് പറയും, അല്ലെങ്കിൽ പെർഫെക്റ്റ് അല്ലാത്ത ഇന്ദ്രിയങ്ങൾ. ഈ 4 കാര്യങ്ങൾ മനുഷ്യന്മാർക്കുണ്ട്. ഈ 4 കുറവുകൾ മനുഷ്യന്മാർക്കുണ്ട്, അല്ലെങ്കിൽ തെറ്റുകൾ മനുഷ്യന്മാരിലുണ്ട്. അപ്പൊ ഇവിടെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇത് മനുഷ്യന്മാരുടെ സ്വഭാവമായതുകൊണ്ട് നിങ്ങൾ 8 പേരും പോയിട്ട് ലോകത്തിൽ, അത് മനുഷ്യ ലോകത്തിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശാപം കൊടുക്കുകയാണ് വസിഷ്ഠമുനി. ഉടനെ തന്നെ എല്ലാവരും വസിഷ്ഠമുനിയുടെ കാലിൽ വീഴും. ക്ഷമിക്കണം, ഞങ്ങളോട് കരുണ കാണിക്കണം, തെറ്റ് സംഭവിച്ചു പോയി. ഭഗവാന്റെ ഭക്തന്മാരാണ്, അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് കരുണയുള്ളവരാണ്. അപ്പൊ അങ്ങനെ കരുണയുള്ളത് കൊണ്ട് വസിഷ്ഠമുനി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യൂ, നിങ്ങളിൽ 7 പേർക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും. നിങ്ങൾക്ക് അഷ്ടവസുക്കളായിട്ട് തിരിച്ച് പെട്ടെന്ന് തന്നെ വരാൻ സാധിക്കും. പക്ഷെ ഒരാൾ മാത്രം ഈ പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയല്ലോ, നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ ദ്യു മാത്രം കുറച്ചു കാലം കഴിഞ്ഞിട്ടേ വരുള്ളൂ, പെട്ടെന്ന് വരാൻ പറ്റില്ല, അദ്ദേഹത്തിന് അനുഭവിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പിറന്നുടുമ്പോ തന്നെ ഈ 7 കുട്ടികളെയും ഗംഗാദേവി ഗംഗയിലെറിഞ്ഞിട്ട് അവർക്ക് മോക്ഷം കൊടുക്കുന്നു. അവർ തിരിച്ചു വീണ്ടും അവരുടെ സ്ഥാനത്തേക്ക് പോകുന്നു. അതിലൊരാൾ മാത്രം, 8ാമത്തെ കുട്ടി മാത്രം, അതായത് ഭീഷ്മർ മാത്രം, അല്ലെങ്കിൽ ദേവവ്രതൻ മാത്രം, ദ്യു എന്ത് ചെയ്യുകയാണ്? അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ ഇവിടെ കാലം കഴിക്കുകയാണ്. പക്ഷെ അവര്, അതായത് ഭീഷ്മര്, അദ്ദേഹത്തിന് എന്താണ് പറയണത്, പിതാമഹൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത്രയും ഭക്തിയുള്ള ഒരു വ്യക്തിയാണ് ഭീഷ്മര്. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ പ്രഭു എന്തുകൊണ്ടാണ് ഭീഷ്മര് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ ഒരു വാർത്തയും കൂടി പറഞ്ഞില്ലല്ലോ, ഒരു കാര്യം കൂടി സംസാരിച്ചില്ലല്ലോ? അദ്ദേഹം ഒരു ശപഥം എടുത്തിട്ടുണ്ട്. അതായത് ആരാണോ രാജാവ്, അദ്ദേഹത്തിന്റെ ആജ്ഞകൾ ശിരസാ വഹിക്കുമെന്ന്, രാജാവിനെ എതിർത്ത് സംസാരിക്കില്ല എന്നുള്ള ഒരു ശപഥമുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഭീഷ്മദേവ് 4 തലമുറകളുടെ, അതായത് 4 തലമുറകളെയും പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒന്നുമില്ല. അദ്ദേഹത്തിന് സ്വന്തമായുള്ളത് ഭഗവാൻ മാത്രമാണ്. രാജാവല്ല,
അദ്ദേഹത്തിന് തനിയൊരു കൊട്ടാരമില്ല, മക്കളില്ല, ഒന്നുമില്ല. പക്ഷേ എല്ലാവരെയും സംരക്ഷിക്കേണ്ട ചുമതല, ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ചുമതല, ആ രാജാവിനെ ചോദ്യം ചെയ്യാതെ സേവനം ചെയ്യാനുള്ള പ്രവണത, ഇതെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് വിഷ്ണുവിലാണ്. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ശ്ലോകമാണ്. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചി സ്യാന്മഹത് സേവയാ വിപ്ര പുണ്യതീർത്ഥ നിവേശനാത്. നമ്മൾ സംസാരിച്ചത് ഈ ശ്ലോകത്തെ കുറിച്ചിട്ടാണ്. നൈമിഷാരണ്യത്തില് ആ സന്യാസിമാര് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് സുഖദേവ ഗോസ്വാമി പറയുന്നതാണ്. അപ്പൊ നമ്മള് രാമന്റെ കഥ നമ്മൾ വായിച്ചപ്പോൾ കേട്ടു, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത് സേവനത്തിൽ ഏർപ്പെടേണ്ടതാണ് നമ്മൾ. അപ്പൊ ഇവിടെ ഭഗവാനെ കുറിച്ച് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തന്മാര് പറയുമ്പോൾ അവരുടെ സേവനത്തിൽ നമ്മൾ ഏർപ്പെടണം. അങ്ങനെ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാഗവതവും ഭഗവാനെ കുറിച്ച് ഒത്തിരി വീണ്ടും വീണ്ടും കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ആരാണോ പൂർണ്ണമായിട്ടും ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവരുടെ സേവനത്തിൽ നമ്മൾ ഏർപ്പെടുകയും നമുക്ക് ഭഗവാനിൽ അചഞ്ചലമായിട്ടുള്ള വിശ്വാസം ഉണ്ടാകുന്നു. അങ്ങനെ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ നമ്മൾ യോഗ്യരാകുന്നു. എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ സാധ്യമല്ല. എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ പെർമിഷനും ഇല്ല. ഭഗവാനെ കുറിച്ച് കേൾക്കണമെങ്കിൽ ഭഗവാൻ ചൂസ് ചെയ്യണം. ഭഗവാൻ ചൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ സാധ്യമാകൂ. അപ്പൊ നിങ്ങളെല്ലാവരും ഭഗവാനാൽ ചൂസ് ചെയ്യപ്പെട്ടവരാണ്. ഭഗവാൻ നിങ്ങളെല്ലാവരെയും ചൂസ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ കൊല്ലത്തിലും ഇത്ര ആളുകളേ ഉള്ളൂ, 35-45 ആളുകളേ ഉള്ളൂ കൊല്ലത്ത്? അല്ല, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നിങ്ങളിൽ ഇപ്പൊ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നവരെല്ലാം ഭഗവാൻ ചൂസ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഭാഗവത ശ്രവണം സാധ്യമാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഭാഗവത ശ്രവണം സാധ്യമല്ല. നിങ്ങൾ കേട്ടേക്കാം ഭാഗവതം, അതായത് ആരോ വരുന്നു, അവരെന്തോ പറയുന്നു, അവരെന്തോ വാങ്ങുന്നു, അവർ പോകുന്നു. ഇതല്ലാതെ ശ്രീമദ് ഭാഗവതം എങ്ങനെ കേൾക്കണം, ഏത് മെന്റാലിറ്റിയോടെയാണ് നമ്മൾ ഇരിക്കേണ്ടത്, എന്താണ് ശ്രീമദ് ഭാഗവതത്തിന്റെ അന്തസത്ത, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ സംസ്ഥാപക ആചാര്യരായിട്ടുള്ള ശ്രീല പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ശ്രീല പ്രഭുപാദിന്റെ പ്രസ്ഥാനത്തിൽ അംഗമാകാൻ സാധിച്ചതിന് നമ്മളെല്ലാവരും വളരെയധികം ശ്രീല പ്രഭുപാദിനോട് കടമപ്പെട്ടിരിക്കുന്നവരാണ്. ശ്രീല പ്രഭുപാദ് ഈ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അപ്പൊ നമ്മളൊക്കെ എവിടെയാണെന്ന് അറിയില്ല. ഒരുപക്ഷെ നമ്മൾ വേറെ എന്തെങ്കിലും ഭക്തി ചെയ്തിരിക്കാം. പക്ഷെ ഭഗവത് ഭക്തി നമുക്ക് ഇത്രയും ശ്രേഷ്ഠമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അത് ശ്രീല പ്രഭുപാദത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന്റെ കൃപ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതേമാതിരി കേൾക്കാൻ സാധ്യമല്ല. രൂപ ഗോസ്വാമി, ശ്രീല രൂപ ഗോസ്വാമി ഭക്തിയുടെ 64 ലിംബിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് 64 ഭക്തിയിലെ ശ്രേഷ്ഠമായിട്ടുള്ള
അംഗാസ്, 64 അംഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഈ 64 അംഗങ്ങളിൽ നിന്നും വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് 64 ഫോളോ ചെയ്യുക എന്നുള്ളത്. ശ്രീല പ്രഭുപാദനെ മാതിരി കരുണയുള്ളവനാണ് രൂപഗോസ്വാമി കൂടി. രൂപഗോസ്വാമി എന്ന് വെച്ചാൽ നമ്മുടെ ആചാര്യനാണ്. അപ്പൊ ആചാര്യന്മാർക്ക് കരുണ കൂടുതലാണ്. അപ്പൊ ഈ 64 അംഗങ്ങളിൽ നിന്ന് അദ്ദേഹം 5 കാര്യങ്ങൾ പറയുന്നുണ്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന്, സാധു സംഘം എടുക്കണം. രണ്ടാമത്തത് നാമകീർത്തനം ചെയ്യണം. മൂന്നാമത്തത് ഭാഗവത ശ്രവണം ഉണ്ടാവണം. നാലാമത്തത് മധുരാവാസം, മധുരയിൽ വസിക്കണം. അഞ്ചാമത്തത് ശ്രീമൂർത്തി സേവ ചെയ്യണം. ഈ 5 കാര്യങ്ങളാണ്. ഞാൻ തെറ്റായി പറഞ്ഞു തോന്നുന്നു കേട്ടോ. 64 ലിംബില് 64 അംഗങ്ങളിൽ നിന്ന് 64 അംഗങ്ങളുണ്ട് ഭക്തിയില്. അതില് ഈ 64 നമ്മളെ കൊണ്ട് ഫോളോ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് രൂപഗോസ്വാമി 5 കാര്യങ്ങൾ എടുക്കുകയാണ്. ഈ 5 കാര്യങ്ങള്, ഒന്നാമത്തത് എന്താണ്? സാധു സംഘം എടുക്കണം. രണ്ടാമത്തത് നാമകീർത്തനം ചെയ്യണം. മൂന്നാമത്തത് ഭാഗവത ശ്രവണം നമ്മൾ കേൾക്കണം. നാലാമത്തത് മധുരയിൽ വസിക്കണം. അഞ്ചാമത്തത് ശ്രീമൂർത്തി സേവ ചെയ്യണം. ഈ 5 കാര്യങ്ങളാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഈ 5 കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല അതില്. ആദ്യം എന്താണ്? സാധുസംഘം. ഇതൊരു സാധുസംഘമാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് അതിന് സാധു സംഘം എന്ന് പറയണം. അല്ലാത്തിന് സാധു സംഘമെന്നല്ലാതെ അസത് സംഘം എന്ന് പറയും. അപ്പൊ സാധു സംഘം എന്ന് പറഞ്ഞാൽ സാധുക്കളുടെ അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തന്മാരുടെ സംഘത്തിൽ നമ്മൾ ഭഗവത് കഥ കേൾക്കുന്ന മാത്രയില് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം സാധ്യമാകും. അതുകൊണ്ടാണ് സാധു സംഘം എടുക്കുന്നത് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സദാം പ്രസംഗാം മമവീര്യ സംവിദോ, സദാം പ്രസംഗാം മമവീര്യ സംവിദോ. പിന്നെന്താണ് അടുത്ത ലൈൻ? ആർക്കെങ്കിലും അറിയോ? നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. ഇനി കുറെ പുതിയ ആളുകളുണ്ട്. പഴയ ആളുകൾക്ക് അറിയോ? ഓക്കെ. ഹരേ കൃഷ്ണ ബ്രോ. ഭവന്തി ഹൃത്കണ്ണരസായന കഥാ തജ്ജോഷണവശഭോ വർദ്ധിനി ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് സദാം പ്രസംഗാം മമ വീര്യ സംവിദോ ഭവന്തി ഹൃത്കർണ രസായന കഥാഃ തജ്ജോഷണാദ സ്വപവർഗവർത്മനി ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. നമ്മൾ ഭഗവത് ഭക്തന്മാരുടെ സദാം പ്രസംഗം എന്ന് വെച്ച് കഴിഞ്ഞാല്, സദാം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉത്തമ ഭക്തന്മാര്. സദാം പ്രസംഗം ഈ ഉത്തമ ഭക്തന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തമ ഭക്തന്മാരിൽ നിന്ന് നമ്മൾ സദാം പ്രസംഗം മമവീര്യ സംവിധോ, എന്നെ കുറിച്ചിട്ടുള്ള എന്റെ വീര്യങ്ങളെ കുറിച്ചും എന്റെ പ്രവൃത്തികളെ കുറിച്ചും നിങ്ങൾ കേൾക്കുന്ന മാത്രയില് അത് കാതുകൾക്ക് ഭവന്തി ഹൃത്കർണ രസായന കഥ, ഇത് നമ്മുടെ കാതുകൾക്ക് അമൃതാണ്. ഭവന്തി ഹൃത്കർണ രസായന കഥ. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ശ്രദ്ധാരതിർ ഭക്തിർ അനുക്രമിഷ്യതി. നമുക്ക് ശ്രദ്ധ ഉണ്ടാവുന്നു, ശ്രദ്ധാരതി രതി ഉണ്ടാവുന്നു. ഭവന്തി ഹൃത്കർണ രസായന കഥ തജ്ജോഷണാദ സ്വപവർഗവർത്മനി ശ്രദ്ധാരതിർ ഭക്തിർ അനുക്രമിഷ്യതി. വിശ്വാസം ഉണ്ടാവുന്നു, പിന്നെ രതി ഉണ്ടാവുന്നു, ഭക്തി ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ ഭക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഭഗവത് ഭക്തന്മാരുടെ സംഘം എടുത്താൽ മതി. അതുകൊണ്ടാണ് ശ്രീല രൂപഗോസ്വാമി
ഈ 64-നെ കുറച്ച് 5ആയിട്ട് തന്നത്. അപ്പൊ അതിൽ ആദ്യം പറയുന്നത് സാധു സംഘം, പിന്നെ നാമസങ്കീർത്തനം, മൂന്നാമത്തത് എന്താണ്? ഭാഗവത ശ്രവണം. അതാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ കാര്യം മധുരാവാസം. നമ്മള് മധുരയിൽ പോകുന്നു, ദ്വാരകയിൽ പോകുന്നു, അതേമാതിരി ജഗന്നാഥപുരിയിൽ പോകുന്നു. അതായത് തീർത്ഥ സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യണം. അഞ്ചാമത്തെ കാര്യം എന്താണ്? ഭഗവാന്റെ മൂർത്തിയെ സേവിക്കണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോ ഇങ്ങനെ ഈ ഭക്തന്മാരുടെ സേവനത്തിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധ്യമാകൂ. അതാണ് ശുശ്രൂഷ. ശുശ്രൂഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ സർവിങ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. ഭാഗവതം നിങ്ങളുടെ എന്താണ് ലൈവ് ലെയർ ആയിട്ട് കൊണ്ടു നടക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ദേവവ്രതന്റെ ആരാണ് പ്രഭു? ദേവവ്രതന്റെ ആയുധകലയുടെ ആചാര്യൻ പരശുരാമൻ. ഹരേ കൃഷ്ണ പ്രഭുജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വെച്ചിരുന്നു. പ്രഭു അത് ക്ലിയർ ചെയ്താണ് മുന്നോട്ട് പോയത്. പിന്നെ ഡൗട്ട് ഒന്നുമില്ല. പറഞ്ഞു വന്നപ്പോൾ വ്യക്തിയായിട്ട് പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു. ഹരി ഗുരു കൃഷ്ണവ അവരുടെ ഫലമാണത് സംഭവിക്കുന്നത്. നമുക്കൊന്നും ഇല്ല. ആചാര്യന്മാരുടെ അനുഗ്രഹം, ഭക്തന്മാരുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മളെ കൊണ്ട് പറയാൻ സാധിക്കുന്നത്. നാല് കുറവുകൾ പ്രഭുജി പറഞ്ഞ് തെറ്റ് ചെയ്യാനുള്ള പ്രേരണ, മറ്റുള്ളവരെ വഞ്ചിക്കാനുള്ള പ്രവണത, ഇന്ദ്രിയങ്ങൾ പെർഫെക്റ്റ് ഇല്ല, അങ്ങനെ 3 പിന്നെ ഒന്നും കൂടെ ഏതാണ് പ്രഭുജി? ഏതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? തെറ്റ് ചെയ്യാനുള്ള പ്രേരണ, മറ്റുള്ളവരെ വഞ്ചിക്കാനുള്ള പ്രവണത, ഇന്ദ്രിയങ്ങൾ പെർഫെക്റ്റ് അല്ല. രണ്ടാമത്തെ പറഞ്ഞത് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്താണ്? നമ്മൾ മറ്റുള്ളവരെ വഞ്ചിക്കാനുള്ള പ്രവണത, ഇലൂഷൻ. അതായത് എന്താണ് പറയണത്? ഹി മസ്റ്റ് ബി ഇൻ ഇലൂഷൻ. ഇലൂഷൻ എന്ന് വെച്ചാൽ എന്താ മലയാളത്തിൽ പറഞ്ഞ? മായ. യെസ്, ഈസ് ഇൻ മായ. അപ്പോ ഒന്നാമത്തെ കാര്യം അദ്ദേഹം തെറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് അദ്ദേഹം മായയിലാണ്. മൂന്നാമത്തെ കാര്യം മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുക. പിന്നെ ഇംപെർഫെക്റ്റ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പെർഫെക്റ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീമദ് പ്രഭു, ശ്രീമതി പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. എനിക്ക് ഭീഷ്മരുടെ ഒരു കാര്യത്തിനോട് ഇത്ര യോജിപ്പില്ല. കാരണം അദ്ദേഹം ഈ പറഞ്ഞ എന്താ പറയാ, രാജാവിന് വേണ്ടി ഒരു ദാസനെ പോലെ രാജ്യത്തിന് വേണ്ടി നിൽക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. പക്ഷെ സ്വന്തം പ്രതിജ്ഞകളെന്നും ധർമ്മത്തിന് കവച്ചു വയ്ക്കാൻ പാടില്ല. കാരണം ഇപ്പൊ കർണൻ വളരെ നല്ല ഒരു എന്താ പറയാ മനുഷ്യ സ്നേഹിയാണ്. എല്ലാം വാരിക്കോരി കൊടുക്കുന്ന ആളാണ്. സ്വന്തം ജന്മനാൽ കിട്ടിയ പടച്ചട്ട പോലും അദ്ദേഹം ഊരി ശരീരത്തിൽ നിന്ന് അറുത്ത് മുറിച്ചു കൊടുത്തു. പക്ഷെ ഈ പറയുന്ന ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം അടക്കം ഉള്ള കാര്യങ്ങളിൽ അവരെല്ലാം ഈ പറയുന്ന ഭീഷ്മരടക്കം അതിനെ എതിർക്കാതിരുന്നവരാണ്. അതൊന്നും
അതൊന്നും ഭഗവാൻ അംഗീകരിക്കുന്നില്ല. ധർമ്മത്തെ രക്ഷിച്ച് നമ്മൾ നിൽക്കണം, എങ്കിൽ മാത്രമേ ധർമ്മം നമ്മളെ രക്ഷിക്കൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ സ്വന്തം പേര്, പ്രശസ്തി, ശപഥങ്ങള് അതൊന്നും ധർമ്മത്തെ തള്ളിപ്പറയാനോ അല്ലെ അധർമ്മം നടക്കുമ്പോൾ മിണ്ടാതിരിക്കാനോ ഉള്ള ഒരു സംഗതി അല്ല. അതുകൊണ്ട് തന്നെ ഭീഷ്മര് ഭക്തനാണ്, ഒക്കെ ശരിയാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലിയ ആളാണ്, ഭഗവാനെ കുറിച്ച് എല്ലാം അറിയാവുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ വസ്ത്രാക്ഷേപം, ദ്രൗപദി വസ്ത്രാക്ഷേപ സമയത്ത് തീർച്ചയായിട്ടും എതിർക്കാമായിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹം തന്റെ വാക്ക് തെറ്റിച്ചാൽ പോലും എന്താണ് സംഭവിക്കാനുള്ളത്? ഭഗവാന്റെയും ഭക്തരുടെയും കാരുണ്യം ഉണ്ടെങ്കിൽ തന്റെ വാക്ക് തെറ്റിച്ചെന്ന് പറഞ്ഞ അതിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? എനിക്ക് അതുകൊണ്ട് തന്നെ ഭീഷ്മരുടെ ആ ഒരു സന്ദർഭത്തെ, ആ മൗനം അല്ലെങ്കിൽ അതിനെ എതിർക്കാതിരുന്നതിനോട് വ്യക്തിപരമായ യോജിപ്പുള്ള ആളല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും പ്രഭുവിന്റെ ചോദ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കുക, ഭഗവാന്റെ ചില ലീലകളുണ്ട്. ആ ഭഗവാന്റെ ലീലകൾ നമ്മളെല്ലാവരും മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ് ആണ്. ആ ലീല ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം, ദുർവാസമുനി ഇത്രയും അഗ്രഗണ്യനാണ്, ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം അംബരീഷ് മഹാരാജനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു മുനിവര്യന് ചില സമയത്ത് അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇതേമാതിരി നമ്മളെല്ലാവരും ഒരുപാട് ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ പരീക്ഷിത് മഹാരാജിന്റെ ജനന സമയത്ത് അല്ലെങ്കിൽ പരീക്ഷിത് മഹാരാജ് ഭഗവാനെ ഡയറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു ഉത്തമ ഭക്തനാണ് പരീക്ഷിത് മഹാരാജ്. പക്ഷേ അദ്ദേഹത്തിന് ചെറുതായിട്ടുള്ള ഒരു കോപം വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ മുനിവര്യന്റെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ എടുത്തിടുന്നു. അപ്പൊ ഇതിൽ നമുക്ക് പരീക്ഷിത് മഹാരാജന്റെ ചീത്ത ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയാൻ സാധ്യമല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു ലീലയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീമദ് ഭാഗവതം പരീക്ഷത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംഗതിയാണത്. അതേമാതിരി അവിടെ ഭീഷ്മദേവന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാലും ഭീഷ്മദേവന് ആ കാര്യത്തില് തെറ്റാണ്, തീർച്ചയായിട്ടും തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഭഗവാന്റെ ഒരു ലീലയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം അങ്ങനെ ഒരു തെറ്റുണ്ടായിരുന്നു എങ്കിൽ ഭീഷ്മദേവ് ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷനാകേണ്ട ഒരു കാര്യമില്ല. അതായത് തെറ്റുള്ളവരുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഭഗവാൻ തന്റെ ഉത്തമ ഭക്തന്മാരുടെ അടുത്തേക്ക് മാത്രമേ വരാറുള്ളൂ. എല്ലാവരുടെ അടുത്തേക്കും ഭഗവാൻ വരാറില്ല. അപ്പോ ഇത് ഭഗവാന്റെ ലീലയായിട്ട് കാണാൻ ശ്രമിക്കുക. കർണനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്, കർണൻ ശ്രേഷ്ഠനാണ്, ഇല്ല എന്നില്ല. പക്ഷെ കർണൻ തെറ്റായിട്ടുള്ള ഭാഗത്തായതുകൊണ്ടാണ് കർണന്റെ ജീവിതം അങ്ങനെ ആയത്. കർണനോട് പറയുന്നുണ്ട് കുന്തി മഹാറാണി, വാ എന്റെ അടുത്തേക്ക് വാ നീയാണ് കുന്തിക്ക് മനസ്സിലായിട്ട് പോയി വിളിക്കുന്നു. പക്ഷെ കർണൻ വരാൻ റെഡിയായില്ല. ഇതെല്ലാം ലീലകളാണ് ഭഗവാൻ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ലീലയാണ്. അപ്പൊ ആയതുകൊണ്ട് നമ്മൾ അതങ്ങനെ മനസ്സിലാക്കിയിട്ട്, നമുക്ക് ഭീഷ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഭക്തനാണ്. അപ്പോ ശ്രേഷ്ഠന്മാരെ എപ്പോഴും നമ്മൾ ബഹുമാനിച്ചിട്ട് അവരുടെ പ്രവർത്തികൾ തീർച്ചയായിട്ടും തെറ്റുണ്ടെങ്കിൽ പോലും, ഇപ്പൊ ഇതിൽ തെറ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അത് ഭഗവാന്റെ ലീലയായിട്ട് നമ്മൾ കാണണം. തീർച്ചയായിട്ടും പ്രഭു, ഭഗവാന്റെ ലീല തന്നെയാണ് പ്രഭു. കാരണം പാഞ്ചാലി ഭഗവാന്റെ കൈ മുറിഞ്ഞ വേളയിൽ ചേലത്തുമ്പ് മുറിച്ച് കെട്ടിയിരുന്നു. അന്ന് ഭഗവാന്റെ ആ ഒരു ഇതവിടെ കിടക്കുന്നുണ്ട്. ഭഗവാൻ അത്രയും ചെയ്യാനായിട്ടുള്ള ഇതുണ്ടല്ലോ. അപ്പൊ ചേല കൊടുത്തു ദ്രൗപദിക്ക്. ആ ഒരു സംഭവം വന്നാൽ മാത്രമല്ലേ അത് അവിടെ ആകത്തുള്ളൂ. ഭഗവാന്റെ ലീല തന്നെയാണ് അത്.
തീർച്ചയായിട്ടും അതേമാതിരി. അത് മാത്രമല്ല, ഭഗവാൻ, അതായത് ഭീഷ്മര് അതിനെ എതിർത്തിരുന്നെങ്കിൽ ദ്രൗപദിയുടെ ആ നിസ്സഹായിട്ടുള്ള ഒരു അവസ്ഥയിൽ രണ്ട് കൈയും പൊക്കിയിട്ട് ഭഗവാനെ വിളിക്കുന്ന ആ ഒരു ശരണാഗതി അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. അപ്പൊ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് ശരണാഗതി പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്തിട്ടുള്ള ഒരു ലീലയാണിതെല്ലാം. മാതാജി പറഞ്ഞതുപോലെ തന്നെ ആ കൈ മുറിഞ്ഞ അവസ്ഥയിൽ ഭഗവാന്റെ ഒരു ഇതുണ്ട്, വരമുണ്ട്. അത് സാധ്യമാക്കണം. അല്ലാതെ ദ്രൗപദിക്ക് ഭഗവാനിലുള്ള ആ ശരണാഗതി, ഭഗവാന്റെ അടുത്തുള്ള ശരണാഗതി ഉണ്ടാവണം. അതിന് ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്യുന്ന ഒരു ലീലയാണിതെല്ലാം. ആയതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉണ്ടാവും, പക്ഷെ ആ ചോദ്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് വീണ്ടും തുടരുന്നതായിരിക്കും. സമയപരിധി ഉള്ളത് കൊണ്ടാണ്, സമയം ഒരുപാടായി. സോ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം പ്രഭു. എല്ലാവരും വരിക. പ്രഭുജിയോടുള്ള ആദരപൂർവ്വം നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. നമോ നമഃ. അനേകപടി വൈഷ്ണവൃന്ദത്തെ ഹരിനാമ സങ്കീർത്തനത്തിലേക്ക് ഹരേ കൃഷ്ണ. ജയ് ജയ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാമം പ്രഭുജി.